ഒരാളെ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാൾ ഭീകരമാണ് അവരുടെ രഹസ്യ വിവരങ്ങൾ മറ്റൊരാൾക്ക് ചോർത്തി കൊടുക്കുന്നത്. ഒരു വ്യക്തിക്ക് പകരം രാജ്യത്തെ തന്നെയാണെങ്കിൽ പ്രത്യേകിച്ചും. പഹൽഗാം ആക്രമണവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമെല്ലാം നമുക്കെല്ലാം അറിയുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തി അറസ്റ്റിലായ വനിതാ വ്ളോഗർ ജ്യോതി മൽഹോത്രയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ജ്യോതിയുടെ അറസ്റ്റിന് ശേഷം നടത്തിയ തെളിവെടുപ്പിൽ പോലീസിന് ലഭിച്ച തെളിവുകളാണ് ജ്യോതിയുടെ പാക് ബന്ധം കൂടുതൽ ശക്തമായി പുറത്തു വന്നത്. ട്രാവൽ വിത്ത് ജോ എന്ന ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ പാർട്ടിയിൽ വെച്ച് ഇരുവരും പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയതിൻ്റെ പേരിൽ ജ്യോതി മൽഹോത്രയെ ഹരിയാന പോലീസ് ശനിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത ജ്യോതി പാകിസ്ഥാൻ സന്ദർശിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. പാക് വിസ ലഭിക്കാൻ തന്നെ സഹായിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ജ്യോതി പറയുന്നതും വീഡിയോയിൽ കാണാം. തുടർന്ന് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ ഡാനിഷ് എന്നയാൾ ജ്യോതിയുമായി ദീർഘനേരം സംസാരിക്കുന്നതും വീഡിയോയിൽ കാണാം. കഴിഞ്ഞ വർഷം മാർച്ച് 30 പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഇഫ്താർ വിരുന്നിന് തന്നെ ഡാനിഷ് ക്ഷണിച്ചു. തുടർന്ന് ഡാനിഷ് പാക് ഉദ്യോഗസ്ഥർ തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിലും അവിടെ സംഘടിപ്പിച്ച ചടങ്ങിലും തനിക്ക് മതിപ്പ് തോന്നിയെന്നും ജ്യോതി വീഡിയോയിൽ പറയുന്നുണ്ട്. തുടർന്ന് ഹരിയാനയിലെ ഹിസാറിലുള്ള തൻ്റെ വീട് സന്ദർശിക്കാൻ ഡാനിഷിനെയും ഭാര്യയെയും ജ്യോതി ക്ഷണിക്കുകയും ചെയ്തു. പാക് ഹൈക്കമ്മീഷനിലെ ചടങ്ങിനിടെ ജ്യോതി ചൈനീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചൈനീസ് വിസ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ശൃംഖലയുമായി ബന്ധപ്പെട്ട് ചാരപ്പണി നടത്തിയെന്നും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാന് നൽകിയെന്നും ആരോപിച്ചാണ് ഹിസാറിൽ നിന്ന് ജ്യോതി മൽഹോത്രയെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 തവണ പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി പാകിസ്ഥാൻ സുരക്ഷാ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ടതായും അതിനുശേഷവും സമൂഹ മാധ്യമങ്ങളിൽ വഴി അവരുമായി ബന്ധം പുലർത്തിയതായും നയതന്ത്ര വിവരങ്ങൾ പങ്കിട്ടതായും പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ജ്യോതിയെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അതേസമയം ചാരപ്രവൃത്തിക്ക് അറസ്റ്റിലായ മകൾ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലേക്ക് പോയത് വീഡിയോ ഷൂട്ടിന് വേണ്ടി മാത്രമാണെന്ന് പിതാവ് ഹാരിസ് മൽഹോത്ര പോലീസിനോട് പറയുകയുണ്ടായി. പോലീസ് തങ്ങളുടെ ലാപ്ടോപ്പും ഫോണുകളും എല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും മകൾ പാകിസ്ഥാനിലേക്ക് പോയത് എല്ലാ അനുമതിയോടും കൂടിയാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ അതെല്ലാം തിരിച്ചു തരണമെന്നും ജ്യോതിയുടെ പിതാവ് പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഈ കാര്യത്തിന് അങ്ങേറ്റം ഗുരുതരമായി തന്നെ പോലീസ് കാണേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു എന്നതിനേക്കാൾ ഗൗരവകരമായ കാര്യം ഇത്രയും തന്ത്രപ്രധാനമായ വിവരങ്ങൾ കേവലം ഒരു വ്ളോഗർക്ക് എങ്ങനെ കിട്ടിയെന്നതാണ്. ആ രീതിയിലൊരു അന്വേഷണം തുടങ്ങുകയാണെങ്കിൽ കാര്യങ്ങളുടെ കിടപ്പ് എവിടെ വരെ എന്ന് കൃത്യമായി തന്നെ മനസ്സിലാവും.